ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സാറിനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട MLA നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും അവിടെ നമ്മുടെ ഈ സ്കൂളിൽ അദ്ദേഹത്തിനും നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ PM ഫണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ, അതുപോലെ ഞാൻ കൗൺസിലർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലറാണ്, അതോടൊപ്പം കണ്ണൂർ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ കൂടിയാണ്. കണ്ണൂരിന്റെ സാംസ്കാരിക രംഗത്ത് ഒരു ഡെപ്യൂട്ടി മേയർ ഉപരി എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം ഇവിടെ സംസാരിക്കും. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര പ്രേമാനന്ദിനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഇന്നത്തെ ഒരു പ്രധാന വ്യക്തി ഈ വേദിയിലുണ്ട്. പലർക്കും അറിയാം, മുഖം കണ്ടിട്ടുണ്ടാവും, സിനിമയിലായാലും സീരിയലിലായാലും ഒക്കെ. നമ്മുടെ പ്രിയപ്പെട്ട സിനി ആർട്ടിസ്റ്റായിട്ടുള്ള സൂരജ് സണ്ണാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും സമയത്തിൽ തന്നെ എത്തി. അത് ഈ വേദി അദ്ദേഹത്തിന് നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതേപോലെ നമ്മുടെ അടുത്തത് ഗുരുവന്ദനം നടത്തേണ്ടിയിരുന്ന ശ്രീ സുരേഷ് ബാബു അടയാപൂരാണ്, കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള. അദ്ദേഹത്തിന് കാലിനെന്തോ ഒരു അപകടം പറ്റിയതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മളുമായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞത്, നമ്മളുമായിട്ട് എല്ലാ വിധത്തിലും സഹകരിക്കുന്ന നല്ലൊരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിലും അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. മറ്റൊരു പ്രധാന വ്യക്തി നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. നമ്മുടെ നാട്ടിൻ്റെ ഒരു ശക്തനായ ഒരു നേതാവ് കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലറായിട്ടുള്ള. കൗൺസിലർ എന്ന് പറയുമ്പോൾ ഇവിടെയില്ല, പിന്നെ ചാലാട് പള്ളിയാമൂല അങ്ങോട്ട് ഭാഗത്തുള്ള കൗൺസിലറാണ്. പക്ഷേ അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന കൗൺസിലറാണ്, അങ്ങനെ നമ്മൾ പറയാം. അത്രയും നല്ലൊരു നമ്മളെ വലിയ അത്രയും സുഹൃത്ത് ബന്ധുവാണ്. ആർക്കും എപ്പോഴും സംസാരിക്കാനും വിളിക്കാനും എല്ലാം പറ്റുന്ന ഒരു മഹൽ വ്യക്തി കൂടിയാണ് ശ്രീ മാർട്ടിൻ ജോർജ് അവർ. നമ്മുടെ ഈ അയൽവക്കത്ത് തന്നെയാണ് താമസിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. മറ്റൊന്ന് നമ്മുടെ അടുത്ത് തന്നെയുള്ള കൊറ്റാളി ഡിവിഷനിലെ കൗൺസിലർ T രവീന്ദ്രനാണ്. രവിയേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും നമ്മുടെ സംഘാടകത്തിന്റെ ഇവിടുത്തെ അല്ല, മുൻ പഴയ സ്കൂളിന്റെ അവിടുത്തെ ഇപ്പോഴത്തെ നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ സുനിഷയാണ് നമ്മുടെ അവിടുത്തെ കൗൺസിലർ. നമ്മുടെ ചെങ്ങിനിപ്പടി സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വിളിച്ചാൽ വരികയും അതിനുവേണ്ട പല നിർദ്ദേശങ്ങൾ തരികയും നമ്മളോടൊപ്പം സ്കൂളിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച കൗൺസിലറാണ് ശ്രീമതി സുനിഷ സിയെ നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. മറ്റൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട പനിയൻ ഉഷ മേഡമാണ്. അവര് നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനം, നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. ഈ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനത്തിലും നമ്മോടൊപ്പമുള്ള സജീവ സാന്നിധ്യ സ്ത്രീ ശക്തിയാണ് നമ്മുടെ. അതുകൊണ്ട് ഉഷ മേഡത്തെ നമുക്ക് എല്ലാവർക്കും വേണ്ടി, കൗൺസിലറാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. മറ്റൊന്ന് BV മേഡം എത്തിയിട്ടില്ല. BV മേഡം, സോറി, ഞാനൊന്ന് മുമ്പേ പറയേണ്ട ഒരാൾ പേരുണ്ടായിരുന്നു, വിട്ടുപോയി, ക്ഷമിക്കണം. എൻ്റെ പ്രിയ സുഹൃത്ത് തന്നെയാണ്. ചിലപ്പോൾ പ്രിയ സുഹൃത്ത് നമ്മളെ ഏറ്റവും അടുത്ത് വേണ്ടുന്ന ആളുകളെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകും. അദ്ദേഹം ശ്രീ കൂക്കിരി രാജേഷാണ്, എൻ്റെ പ്രിയ സുഹൃത്താണ്. അതിലുപരി പിന്നെ കോർപ്പറേഷൻ കൗൺസിലർ അത്തായക്കുന്ന് അങ്ങോട്ടുള്ള ഡിവിഷനിലെ കൗൺസിലറാണ്. ഇതിലെല്ലാം ഉപരി നമ്മുടെ ഈ നാടിൻ്റെ ശക്തനായ ഒരു നേതാവാണ്. നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെറുതല്ല, അറിയുന്നവർക്കേ അതറിയൂ. അത്രയും നല്ല സജീവ സാന്നിധ്യമായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവും കൗൺസിലറുമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് കൂക്കിരി രാജേഷ്. നമ്മുടെ ഈ പ്രവർത്തനം, സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം സജീവമായിട്ട് തന്നെ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഹലോ, അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ, പള്ളിക്കുന്ന് ഡിവിഷനിലെ പ്രിയപ്പെട്ട കൗൺസിലർ VK ഷൈജു ആണ്. VK ഷൈജു നമ്മുടെ
അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഈ ഡിവിഷനിൽ തന്നെ മുൻ കൗൺസിലറും നമ്മുടെ പ്രിയപ്പെട്ട ആസൂത്രണ സമിതി കോർപ്പറേഷന്റെ ഉപാധ്യക്ഷനുമായിട്ടുള്ള CK വിനോദോട്ടനാണ്. വിനോദോട്ടൻ നമ്മോടൊപ്പം തന്നെ സംഘാടന സമിതിയിലുണ്ട്. നമ്മുടെ ഈ നാട്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏത് മൂലക്ക് നോക്കിയാലും എല്ലാ രംഗത്തും ഇപ്പോഴും കൗൺസിലറെ പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വിനോദോട്ടൻ. വിനോദോട്ടൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. പ്രിയപ്പെട്ട AKG ഹോസ്പിറ്റലിൻ്റെ പ്രസിഡന്റ് എത്തിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തിനും നമ്മൾ ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിനും നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഈ സ്കൂളിൻ്റെ അതുപോലെ ഈ സ്കൂളിലെ ടീച്ചർ അനൂപ ടീച്ചർ ഇവിടെയുണ്ട്. അനൂപ ടീച്ചറാണ് ഇതിൻ്റെ സംഘാടന സമിതിയുടെ ജനറൽ കൺവീനർ. ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ സംഘാടന സമിതിയിലൊക്കെ സജീവമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറെ നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഈ ചടങ്ങിൽ ഞാൻ പറഞ്ഞു വന്നത് ഹരിതകർമ്മസേനയെ ആദരിക്കുന്നുണ്ട്, മുൻ PTA പ്രസിഡന്റുമാരെ ആദരിക്കുന്നുണ്ട്, ഗുരുവന്ദനം നടത്തുന്ന നമ്മളെ പഠിപ്പിച്ച പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്നുണ്ട്. അതുപോലെ ഗാന്ധി പ്രതിമ ശില്പി മനോജിന് ആദരം കൊടുക്കുന്നുണ്ട്. ആർട്ടിസ്റ്റ് വാസവൻ വൈകിട്ടം ക്ലാസ് റൂമൊക്കെ ചിത്രം വരച്ച് മൂടി പിടിപ്പിച്ച ആർട്ടിസ്റ്റ് വാസവൻ, അതുപോലെ ആർട്ടിസ്റ്റ് രാജീവൻ, പുറത്തൊക്കെ കാണുന്ന ചിത്രങ്ങൾ അദ്ദേഹമാണ് വരച്ചിട്ടുള്ളത്. അതുപോലെ ഗാനം ചിട്ടപ്പെടുത്തിയ ടീം, അതായത് പിന്നെ ആ സ്കൂളിൻ്റെ ടീമുകൾ അവരെയൊക്കെ ആദരിക്കുന്നുണ്ട്. നാഷണൽ ഗെയിംസ് വിജയിയായിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുന്നുണ്ട്. സംസ്കൃതം ഈ 2024-25 സംസ്കൃതം സ്കോളർഷിപ്പ് എല്ലാ വർഷവും നല്ല വിദ്യാഭ്യാസത്തിലൂടെ തന്നെ സംസ്കൃത സ്കോളർഷിപ്പ് കൂടുതൽ കുട്ടികൾക്ക് നേടിക്കൊണ്ടിരിക്കുന്ന ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്കൂൾ കൂടിയാണ് ഇത് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ അറബി കലോത്സവത്തിൽ കുറേ വർഷത്തിന് ശേഷമാണ് 3 വ്യക്തിഗത ഇനങ്ങളിൽ പിന്നെ 1ാം സ്ഥാനം കരസ്ഥമാക്കി അഭിമാനകരമായ നേട്ടം കരസ്ഥമാക്കിയ ഫാത്തിമ ഷഹാനെ ആദരിക്കുന്നു. അതുപോലെ 38 വർഷത്തിന് ശേഷം അറബി കലോത്സവത്തിൽ ഈ വർഷം ചാമ്പ്യൻഷിപ്പ് നേടിയ ഒരു സ്കൂൾ കൂടിയാണ്. അതിന് നേതൃത്വം കൊടുത്ത സന ടീച്ചറെ ആദരിക്കുന്നു. അതാണ് പിന്നെ നല്ലൊരു വായനക്കാരനും പിന്നെ ആസ്വാദകനുമായ അതുപോലെ തന്നെ ശ്രീ പ്രസാദ് അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. അതുപോലെ ഇത് ഏറ്റുവാങ്ങുന്ന നിഷ ടീച്ചർ, ജോഷ ടീച്ചർ, സ്കൂളിൻ്റെ ശ്രീ രജീഷ് സ്കൂളിന് വേണ്ടി വീൽ ചെയർ നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുൻ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ വെള്ളോറ രാജൻ അവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ പ്രിയ സുഹൃത്തു കൂടിയാണ്, എല്ലാ രംഗത്തും സജീവ സാന്നിധ്യമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അടുത്തതായിട്ട് ബി അഹമ്മദ് ഇവിടെ എത്തിയിട്ടില്ല അല്ലേ? അദ്ദേഹത്തെയും നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മാതൃഭൂമി ഇന്ത്യൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ K പ്രമോദ്, അദ്ദേഹമാണ് നമ്മുടെ ഇതിൻ്റെ സംഘാടക സമിതിയുടെ ഒരു ചെയർമാൻ കൂടിയാണ്. നമ്മോടൊപ്പം നിന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും നിർദ്ദേശം തരികയും കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീ K പ്രമോദ് അവരെ നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കാടൻ ബാലകൃഷ്ണൻ AKG ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറാണ്. ഇവിടുത്തെ ഒരു സജീവ പ്രവർത്തകര പാർട്ടി മറ്റുള്ള ഇതിൻ്റെയൊക്കെ ജനകീയ ഒരു നേതാവ് കൂടിയാണ്. ബഹുമാനപ്പെട്ട ശ്രീ കാടൻ ബാലകൃഷ്ണൻ അവരുടെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ബഹുവിദ്യാഭ്യാസ ജില്ലാ ഓഫീസറായിട്ടുള്ള KP നിർമ്മല മാഡത്തെ നമുക്ക് ഇവിടെ എത്തിയിട്ടില്ല അല്ലേ? അവരെ നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിട്ടുള്ള K ജയദേവൻ സാർ ഇവിടെ എത്തിയിട്ടില്ല, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ BPC ശ്രീ പ്രകാശൻ അവർ ഇവിടെ എത്തിയിട്ടില്ല. ബഹുമാനക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഈ സ്കൂളിൻ്റെ സീനിയർ ടീച്ചറും സ്വാഗതഗാനമൊക്കെ ചിട്ടപ്പെടുത്തി നിരവധി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു ടീച്ചറാണ്, സംഗീതത്തിൻ്റെ ടീച്ചറാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ദീപ ടീച്ചറെ നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഇത് എല്ലാത്തിനും ഉപരി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഒരു പ്രധാന വ്യക്തിയാണ്, ഒരു മുഖ്യാതിഥി തന്നെയാണ്, സിനി ആർട്ടിസ്റ്റാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അദ്ദേഹത്തെ പറഞ്ഞിട്ട് ആദ്യം തന്നെ പറഞ്ഞു അല്ല ടീച്ചർ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് പറഞ്ഞതാണ് ടീച്ചറെ. പിന്നെ മാനേജർ വരുന്നു. അതുപോലെ നമ്മുടെ പിന്നെ സാന്നിധ്യത്തിലുള്ള നമ്മോടൊപ്പം ശക്തമായ സാന്നിധ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള PC അശോകേട്ടൻ, അതുപോലെ ശ്രീ വിജയൻ മാച്ചേരി ഒരു സാംസ്കാരിക നായകനാണ്. വിജയൻ മാച്ചേരി, രാകേഷ് കല്ലിക്കോടൻ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് രാത്രി വരെ ഒന്നിച്ച് പ്രവർത്തിച്ച ആളാണ്. MK സജേന്ദ്രൻ ഒരു ജനകീയ നേതാവാണ്. MK സജേന്ദ്രൻ, അതുപോലെ വേദിയിലുള്ള അനീഷ് KC, ശ്രീ T ജയപാലൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ, അതുപോലെ സജീവൻ ചെല്ലൂർ, D ശിവകുമാർ, ശ്രീമതി TV അജിതകുമാരി, ഇവരെല്ലാവർക്കും, അതുപോലെ എല്ലാത്തിനും ഉപരി പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരും നമ്മളുമായിട്ട് സഹകരിച്ചതും എല്ലാവരും വന്നും ധരാതിയും ദൂരെ നിന്ന് വരെ നമുക്ക് അനുഗ്രഹങ്ങൾ തന്ന കുറേ ആളുകളുണ്ട്. എല്ലാവരെയും
എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ചടങ്ങിൽ അടുത്ത ചെറിയ ആമുഖ പ്രഭാഷണമല്ല, അതിനു മുമ്പ് ആമുഖ പറയുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി അതിന് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, അതുപോലെ DCCയുടെ പ്രസിഡന്റ് കോർപ്പറേഷൻ കൗൺസിലറുമായ ശ്രീ മാർട്ടിൻ ജോർജ്, കൗൺസിലർമാരായിട്ടുള്ള ശ്രീ ടി രവീന്ദ്രൻ, പൂക്കിരി രാജേഷ്, സുനിസ സി, പനയനുഷ, CK ഷൈജു, CK വിനോദ്, പുരുഷോത്തമൻ തുടങ്ങി ഒരുപാട് പേർ ഇവിടെ സ്വാഗതം ആശംസിച്ച അനിൽകുമാർ ഉൾപ്പെടെ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. വെള്ളോറ രാജേന്ദ്രനുണ്ട്, അതുപോലെ പ്രമോദനുണ്ട് തുടങ്ങി ഒരുപാട് പേർ. എല്ലാവരെയും അഭിസംബോധന ചെയ്ത് കണക്കാക്കണം, സമയ പരിമിതിയാണ്. ബഹുമാനപ്പെട്ട മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, ഇവിടെ 1890 സ്ഥാപിക്കപ്പെട്ട കുടിപ്പള്ളി പള്ളിക്കൂടമായി സ്ഥാപിക്കപ്പെട്ട ചെങ്ങനപ്പള്ളി സ്കൂള് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ 1970 മാറി വളരെ സൗകര്യപ്രദമായി 2025 ഏറ്റവും നല്ല സൗകര്യത്തോടെ ഇവിടെ UP സ്കൂൾ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രദേശത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലയുടെ അടയാളമാണ്. ആ രീതിയിൽ എല്ലാ മേഖലകളിലും അടയാളക്കുറിപ്പുകൾ നടത്തിയ ഈ സ്ഥാപനം അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് മികവിൻ്റെ മേഖലയിലാണ്. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ അതുപോലെ നാട്ടുകാരൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഭൗതിക സാഹചര്യങ്ങൾ ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു കുട്ടികളുടെ കുറവുകളൊക്കെ ഇന്ന് നികത്തപ്പെടുന്ന എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അധ്യക്ഷ പ്രഭാഷണം നിർത്തുകയാണ്. ബഹുമാന്യായ മന്ത്രിയെ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവരുടെ ഉദ്ഘാടന ഭാഷണത്തിനായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹിതരെ, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഉദ്ഘാടനം നിർവഹിക്കുന്നു നമ്മുടെ ആരാധനായ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ. ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി ഭദ്രദീപം തെളിച്ചുകൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം നമ്മളോട് സംസാരിക്കും. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഏറ്റുവാങ്ങിക്കൊണ്ട് ചെങ്ങനപ്പള്ളി UP സ്കൂൾ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഈ വേദിയിൽ നിർവഹിക്കപ്പെടുകയാണ്. മഹനീയ ചടങ്ങിന് സാക്ഷികളാവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ചെങ്ങനപ്പള്ളി UP സ്കൂൾ പുതിയ കെട്ടിട ഉദ്ഘാടന ചടങ്ങ് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നിർവഹിക്കുകയാണ് വിശിഷ്ട വ്യക്തികൾ ഓരോരുത്തരും. ഇനി നമ്മുടെ ആരാധനായ മന്ത്രിയുടെ മനോഹരമായ വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് നമുക്കത് കേൾക്കാം. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മക്കൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹനിർഭരമായിട്ടുള്ളതാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷാപദം അലങ്കരിക്കുന്ന നമ്മുടെ ബഹുമാന്യായ മേയർ ശ്രീ മനസ്സിൽ, അതുപോലെ സ്വാഗതം ആശംസിച്ച ആർ എൻ കുമാർ,
മുഖ്യാതിഥിയായ ബഹുമാന്യായ എം.എൽ.എ. സുമേഷ്, നമ്മുടെ മറ്റ് കണ്ണൂരിലിരിക്കുന്ന ഇന്ദിര പ്രേമാനന്ദ്, സുരക്ഷൻ, സുരേഷ് ബാബു അലിയാവൂർ, മാർട്ടിൻ ജോർജ്, ടി രവീന്ദ്രൻ, ടി രാജേഷ്, സുനിഷ, പനീർ മിശ്ര, ദേവി, ടി കേശവി, ടി വിനോദ്, ടി പുരുഷോത്തമൻ, അനിൽ ടീച്ചർ. അതുകൊണ്ട് തീർച്ചയായും നല്ല ഒരു അപ്പോൾ ഇതെല്ലാം തരത്തിലുള്ളതാണ്. പിന്നെ നമുക്കത് സംസാരിക്കാൻ അവസരങ്ങളുണ്ട്. ഏതായാലും വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ അനുബന്ധമായി കെട്ടിടം എന്ന അനുവാദത്തോടു കൂടി ഞാൻ കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു. ആദരണീയനായ ഉദ്ഘാടകൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി സാർ, വേദിയിലുള്ള ആദരണീയനായ വിശിഷ്ട വ്യക്തികളെ, ഇവിടെ കാര്യങ്ങൾ എല്ലാവരും വിശദീകരിച്ച് നിങ്ങളോട് നേരത്തെ പറഞ്ഞു. ഒരു വിദ്യാലയം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ അഭിമാനകരമാണ്. ചെങ്ങിണിപ്പടി എന്ന സ്കൂൾ വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് നിന്ന് ഇന്ന് വളരെ പ്രധാനപ്പെട്ട വിശാലമായ സൗകര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ ഏറെ സന്തോഷകരമായ സാഹചര്യം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അധ്യാപകരെയും നാട്ടുകാരെയും എല്ലാം സംബന്ധിച്ച് അഭിമാനകരമായ സാഹചര്യം. ഈ ചടങ്ങിന് എല്ലാ ആശംസകളും അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. താങ്ക് യു വെരി മച്ച്. അടുത്തത് ആമുഖം അവതരണമാണ്. ശ്രീമതി അനുരൂപ ടി വി എച്ച് ജനറൽ കൺവീനർ സ്വാഗതം ചെയ്യുന്നു. ആദരണീയരായ ഉദ്ഘാടകർ, രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഈ പരിപാടിയുടെ അധ്യക്ഷൻ കണ്ണൂർ മേയർ ശ്രീ മുസ്ലിം മഠത്തിൽ, ഈ പരിപാടിയിലെ മുഖ്യ അതിഥി നമ്മുടെ അഴീക്കോട് നിയോജക മണ്ഡലം എം.എൽ.എ. ശ്രീ കെ.വി. സുമേഷ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ, സഹപ്രവർത്തകരെ, കുട്ടികളെ, നാട്ടുകാരെ, ബഹുമാനമുണ്ട്. ഈ വലിയ മാറ്റത്തിന്റെ ഭാഗമാകാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെ വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. 1890 കുടിപ്പള്ളിക്കൂടമായി ഈ സ്കൂൾ ആരംഭിച്ചത്. ഈ വിദ്യാലയം ഇന്ന് ചെട്ടിപ്പീടികയ്ക്ക് സമീപമുള്ള സ്ഥലത്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. താവക്കരയിലുള്ള ശ്രീ എൻ കൃഷ്ണപ്പണിക്കർ 1924 ഈ വിദ്യാലയം ഏറ്റെടുത്തു. അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലുള്ള വെൽഫെയർ സ്കൂൾ പുഴാതി, വെൽഫെയർ സ്കൂൾ ചാവക്കാട് എന്നിവിടങ്ങളിലെ അധ്യാപകനായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാൻ വീടുകൾ തോറും കയറിയിറങ്ങി ഈ പ്രദേശത്തെ എല്ലാ കുട്ടികളെയും അക്കാലത്ത് സ്കൂളിലെത്തിച്ചു. ഇവിടെ തന്നെ അധ്യാപകനും മാനേജറുമായ അദ്ദേഹം ഈ വിദ്യാലയത്തെ ഒരു പ്രൈമറി LP സ്കൂളാക്കി മാറ്റി. 1959 UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു. അക്കാലത്ത് 700-ലധികം കുട്ടികൾ ഇവിടെ പഠിച്ചിരുന്നു. 1970-കളിൽ കണ്ണൂർ ജില്ലയിലെ തന്നെ ആദ്യത്തെ മോഡൽ സ്കൂളായി ഈ സ്കൂൾ മാറി. അന്നത്തെ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന ശ്രീമതി KM സതി ടീച്ചറുടെ നേതൃഗുണവും സഹപ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനങ്ങളും കൊണ്ട് ഇവിടെ അന്നത്തെ സഹപ്രവർത്തകരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കൂട്ടായ പ്രവർത്തനങ്ങളും കൊണ്ട് പഠനരംഗങ്ങളിലും ഉപജില്ലാ കലാശാല